15 പോരെ. ഹലോ, സിറ്റുവേഷൻ എന്തിനാണ് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കാണുന്നതാണ് ചോദിച്ചത്. ഇത് ആദ്യം ആദ്യം ഞാൻ പറയാം. സംഭവം വെച്ച് ഞാൻ മുതുക്കിൽ വെച്ച് ഇവന്മാര് നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്ലഫീനെ വന്നിട്ട് വാണോ എന്ന് പറഞ്ഞ് ഇവന്മാരെ കൂട്ടത്തിൽ വിളിച്ചു. ഓക്കെ, റേഡിയോ മിണ്ടായിരിക്കും, റേഡിയോ സൈലന്റാടാ, ഇവിടെ സംസാരിക്കോടാ. വാണോന്നുള്ള രീതിയിൽ വിളിച്ചു. ഇവന്മാരെ വന്ന് പോയില്ലേ? ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു വണ്ടി എടാ ഇവിടെ ആരെങ്കിലും നിക്കണെങ്കി ഒന്ന് പോടാ, ഒന്ന് ഇവിടെ ആരെങ്കിലും നിക്കണെങ്കി. ഇവിടെ 2 വണ്ടി കിടക്കണം, ആ ഒരു വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടോ? ഈ പുല്ലിലാരെങ്കിലും ഉണ്ടാ? ഒരു വണ്ടി ആള് പറഞ്ഞല്ലോ അവര് വരട്ടെ, അവരടുത്തല്ലേ പറയണ്ട, എനിക്ക് പറഞ്ഞു. അപ്പം ഇവര് കൂട്ടത്തിലുള്ളവര് വേണമെന്ന് വിളിച്ചു. അങ്ങനെ അവിടെ സംസാരമായി. ഇവന്മാരെ സംസാരിച്ചു. ഇവരെ ലീഡർ ആരോ വന്നിട്ട് പറഞ്ഞു, ബ്രോ അത് നിങ്ങളുടെ ഉദ്ദേശിച്ചല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വന്ന് സംസാരിച്ചു. നമ്മളത് ലീവ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഇവരെ കൂട്ടത്തിലുള്ള ബുള്ളോപ്പി എന്ന് പറഞ്ഞിടത്ത് വന്നിട്ട് ഈ തീട്ടങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കണം, നമുക്ക് വേറെ സിറ്റുവേഷൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് എസ്ആറായിട്ട് എന്തോ സിറ്റുവേഷൻ ആയിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല ബ്രോ അവിടെ. അത്ര അതായത് സോറി പറഞ്ഞിട്ടൊക്കെ പോയിട്ടേ, അത് അങ്ങനെ പറയേണ്ട കാര്യം അവിടെ ഇല്ല. എന്നിട്ട് അതും വിട്ട് നമ്മൾ സിറ്റുവേഷൻ ഇവര് സോറി പറഞ്ഞല്ലേ എന്നുള്ള രീതി വിട്ട്, എന്നിട്ട് ഇവര് ചാറ്റിൽ ഇടുവാണ്, നമ്മളെ സ്പീഡിനെ മെൻഷൻ ചെയ്ത് ഇടുക, നീയൊക്കെ ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്ത് സോറി തുടങ്ങി ചാറ്റിലിട്ട്. സോറി പറഞ്ഞ് പോയ സിറ്റുവേഷൻ ആണ് അത്. വീണ്ടും ഇവന്മാര് ചാറ്റിലിട്ട് ഇതായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച സിറ്റുവേഷൻ എടുക്കാനുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ നമ്മള് വണ്ടി എടുത്തോണ്ട് വന്ന്, ആ സമയത്ത് ഗ്യാങ് പ്രസ് അല്ല, പക്ഷെ നമ്മളെ ഗ്യാങ്ങിന്റെ പിള്ളേരെല്ലാരും കൂടി ഒരു വണ്ടി എടുത്ത്, ഗ്യാങ് വണ്ടിയിലും അല്ല, സാധാ വണ്ടിയിൽ വന്നപ്പോ ഇവന്മാര് ഗ്യാങ് വണ്ടി ഗ്യാങ് പ്രസ്സുമായിട്ട് നമ്മളെ വണ്ടിയിലിട്ട് വെടിവെച്ചു. കഴിഞ്ഞ് വില്ല് മോനെ വെടിവെച്ചു. അത് കഴിഞ്ഞപ്പോ നമ്മളെ വെല്ലുമോനെ വെടിവെച്ചപ്പോ എന്തായാലും നമ്മൾ സിവിലിയൻ ഡ്രസ്സിലും ഇതിലാണ് നിൽക്കുന്നത്. ലൈക് നമ്മൾ സിവിലിയൻസ് അല്ല, പക്ഷെ എന്നാലും നമ്മൾ ഇതിൽ നിൽക്കുന്നത്. നമ്മൾ എന്തിന് നമുക്ക് വില്ലുമോനെ എല്ലാരും കൂടി വന്നിട്ട് ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് വണ്ടി എടുത്തോണ്ട് വന്നിട്ട് ഇവരെ വീട്ടിൽ നോക്കിയപ്പോ ഇവരെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഇവന്മാരെല്ലാരും കൂടി ഇറങ്ങി നടന്ന് ഫ്രണ്ടിലോട്ട് വരും. ആ സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്ത്, ഓൾറെഡി ഇവന്മാരെ നമ്മളെ വണ്ടിക്കിട്ട് ഫയർ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഫയർ ചെയ്തു. അങ്ങനെ ഇവരെ കൂട്ടത്തിൽ 4-5 പേര് അവിടെ ഡൗൺ ആയി. ഇത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മണ്ടേ നോക്കുമ്പോൾ ഇവർ SRR ആയിട്ടുള്ള സിറ്റുവേഷൻ എന്തോ മീറ്റിംഗ് എന്തോ സംതിങ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളെ ഗ്യാങ് ഹൗസിന്റെ അവിടെ നിൽക്കുവാണ്. ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അവിടെ നിന്ന് അടിയായി, ഒന്നും പറയാൻ ഫൈറ്റും ആയി. ഓക്കെ, ഫൈറ്റും ചെയ്തു. അപ്പം അതിനുശേഷം 2-3 വരുന്ന അതിനുശേഷമുള്ളത് ചന്ദ്രൻ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ മീറ്റിംഗിൽ വന്നിട്ട് ഇവരോട് ചോദിച്ചു, ലൈക്ക് നിങ്ങൾ എത്ര വരെ ഇറങ്ങിയെന്ന്. ഇവര് പറഞ്ഞത് ലൈക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അത് ലൈക്ക് നിങ്ങൾ വാർ സ്പെക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. 15 പേര് എന്ന് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് ഒരുത്തം പറഞ്ഞ 12 പേര്, പിന്നെ 13 പേര് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. നമ്മളത് 5 പേര് അടിച്ചിടുമെങ്കിൽ ഇവരെങ്ങനെ അത്ര പേര് ആൾക്കാർ ഇറങ്ങും. അപ്പൊ നമ്മള് പറഞ്ഞു ഇല്ല ഞാൻ ചത്തു, ഞാനാണേ. അതിനുശേഷം നമ്മള് പറഞ്ഞ് നമ്മള് നിങ്ങളെ എവിടെ സിറ്റുവേഷൻ സിറ്റിയിൽ വെച്ചുകൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞു, എവിടെ വെച്ചുണ്ടാലും. കാരണം സുനിമോനെ, അതായത് സുനിമൻ ചത്തിട്ട് റീസ്പോൺ ആയിട്ട് നിന്നവനെ വെറുതെ അടിച്ച് കൊല്ലേണ്ട കാര്യം ഈ പട്ടികൾക്കില്ല. അവിടെ തന്നെ നടന്നപ്പോഴാണ് അടിച്ചത്. ഇവര് വാനങ്ങളെന്നൊക്കെ അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ റെഡ് എയർ ബ്രോ, എന്റെ പേര് കുട്ടൻ ബിപി എന്നല്ല, എന്റെ OC നെയിം ആണ്. എന്റെ പേര് ഇവിടുത്തെ പേര് ജെറി XD എന്നാണ്. ഓക്കെ, അല്ല പ്രോപ്പറായി ഫസ്റ്റ് ഇത് പറയാൻ സംസാരിക്കാൻ പിന്നെ ഇവരുടെ രണ്ടാമത്തെ ഒരാള് ചത്തിട്ട് പൊങ്ങിയൊന്ന് അടിച്ചെന്ന് പറഞ്ഞത് ഞാനാണ് അടിച്ചത്. കാരണം ഞാൻ പറഞ്ഞുതരാം, ചത്ത കഴിഞ്ഞാൽ റീസ്പോൺ അടിക്കണം. ഓക്കെ, പിന്നെ ഇയാള് ചത്താളെ എഴുന്നേറ്റ് ഒന്ന് ഗണ്ണാണ് എടുക്കുന്നത്. അത് എന്തിനാണ് എനിക്കറിയോ, ഇയാള് ചത്താണോ നിന്നെ വെടിവെച്ചാ ബ്രോ ഗണ്ണെടുത്തോ? നമ്മളെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഗണ്ണെടുത്ത് ഒരാൾ നിൽക്കുമ്പോഴത്തേക്ക് സൈഡ് പറയുക, നിങ്ങൾക്ക് ടൈം വന്നു. എന്നിട്ട് ഒരു ഗണ്ണെടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ഫയർ ചെയ്യും എന്നുള്ള രീതിക്കാണ് ഞാൻ ഗണ്ണ് വെടിവെച്ച് വന്നത്. റീസ്പോൺ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനാണ് ഫയർ ചെയ്തത്. ഞാൻ പറയാവോ എനിക്ക് പറയാവോ? ഹലോ എനിക്ക് പറയാവോ? അവന്റെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ അവൻ കണ്ണെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്നെ വെടിവെച്ചോളൂ, ഞാൻ എന്തോ ആയിക്കോട്ടെ രായ ഗണ്ണെടുത്ത് നിന്ന് തന്നെ കൂട്ടിക്കോ. അവനെ ഞാൻ വെറുതെ പോയി അടിച്ചു കൊല്ലിയാണ്. അവൻ എന്തിനു പറയും?
ഞാൻ നിന്നെ റീസ്പോൺ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എടാ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് അല്ലടാ നിക്കണ, നിന്റെ വീടിന്റെ ഫ്രണ്ടാടാ നിന്നാ. റീസ്പോൺ അടിച്ചാൽ വീട്ടിലല്ല എടാ പറഞ്ഞ ലോജിക്കോടെ സംസാറാ. നീ സ്കൂളിലാണോ പഠിക്കുന്നത്? ഷൗട്ട് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം, മാനായിട്ട് എടാ സംസാരിക്കാം. നമ്മളെ കാര്യമാണ് മാനേജ് ഷൗട്ട് ചെയ്യണം, മനസ്സിലായില്ലേ? വന്നാലും വീട്ടിലാണ് വരുന്നത്. നിങ്ങളെ വീട്ടിന്റെ ഫ്രണ്ടിലിട്ടാണ് അടിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? എന്റെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണല്ലേ അടിക്കണേ. ഞങ്ങളൊക്കെ വീടിനകത്താ വരുന്നത്. ബ്രോ അതുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ വരണം നിർബന്ധമുണ്ടാ? അല്ല അല്ലെങ്കിൽ ബ്രോ ഇവരെങ്ങനെ റീസ്പോൺ ആവുമ്പോൾ പുറത്താണോ? അലീമി ബ്രോ കൊച്ചുടൻ ബ്രോ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ. അലീമിയല്ല, ഞാൻ ഇവിടെ ഗ്യാങ് ബ്രോ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ. ഇവിടെ ഒരു സിറ്റുവേഷൻ ആയി, ഗ്യാങ് ഹൗസിന്റെ പുറത്ത് ഫയർ ചെയ്യാൻ പാടില്ല എന്നുള്ള റൂൾ ഉണ്ടോ? മീൻസ് ഇത്ര മീറ്റേഴ്സ് എന്നുള്ളതില്ല, ഗ്യാങ് ഹൗസിന്റെ അകത്ത് ഫയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ മീറ്ററോ അല്ലെങ്കിൽ വെർച്വൽ സാധനം ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ആരും. ഞാൻ ചോദിച്ചത് അതിനിപ്പോ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രോ. അതാണ് നമ്മുടെ സൈഡ്, അതാണ് സാർ. അപ്പൊ നമ്മൾ പറയുന്ന പറഞ്ഞാൽ ഏമാരെ നമ്മള് എവിടെ ഇട്ടാലും അടിക്കുന്ന പറഞ്ഞാണ് നമ്മൾ ലാസ്റ്റ് മീറ്റിംഗ് പിരിഞ്ഞത്. എന്തിനാണ് ഇത്? എന്തായാലും ലൂപ്പായേ പോകും. ഞങ്ങളുടെ ഭാഗത്ത് ഇത്രേ പറയാനുള്ളൂ. അലി ബ്രോ ഞങ്ങളുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ട് പറയാം. ഞങ്ങളിപ്പോ വാറ് വിളിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ വാറ് വിളിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഓക്കെയാണ്, ഡ്രോപ്പ് ചെയ്യാൻ ഞങ്ങൾ ഓക്കെയാണ്. അല്ലാണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് അടിക്കും പിടിക്കും ഗ്യാങ് ഹൗസ് പിടിച്ച് ചെയ്യും എന്നൊക്കെ പറയുന്നത് അത് ശോകം പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ആൾക്കാരുണ്ട്, ഞങ്ങൾക്കും അടിക്കാൻ അറിയാം. അപ്പൊ അത് നിങ്ങൾ തീരുമാനിക്കണം. വെയിറ്റ് ഒന്നെങ്കിൽ ഇത് നല്ല രീതിക്ക് മീറ്റിംഗ് ഒന്നെങ്കിൽ വാറാ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഡ്രോപ്പ് ആകുന്ന രീതിയിൽ ഈ മീറ്റിംഗിൽ സംസാരിച്ച് പിരിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. അതായത് ഒരു പ്രോപ്പർ ആയിട്ട് സിറ്റുവേഷൻ നേരെ എടുത്തിരുന്ന നമുക്ക് പ്രോപ്പർ ആയിട്ട് എടുക്കണ വാർ വിളിച്ചതിനെ ഇവിടെ അടിച്ചത്. ഇതിപ്പം എടാ ഹലോ റെഡി ആക്കാവോ? ഹലോ എടാ ഇതിപ്പം ഇവര് അഡ്മിൻസ് ഇടപെട്ടിട്ട് ലൈക്ക് പറയുന്ന സിറ്റുവേഷൻ കുറെ മൾട്ടിപ്പിൾ പ്രാവശ്യമാണ് സിറ്റുവേഷൻ നടക്കുന്നത് കൊണ്ട് ഇതിപ്പോ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചോദിക്കണത്, മനസ്സിലായില്ലേ? സിറ്റുവേഷൻ നമ്മൾ പറയണ എങ്ങനെയാടാ? എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ സിറ്റിയില് അല്ല ഇതിപ്പം എന്തോന്ന് അവര് വാറ വിളിക്കട്ടെ എന്നാ? ഓക്കെ ബ്രോ, അങ്ങനെയാണെങ്കിൽ അവര് വാറ വിളിക്കട്ടെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. കാരണം അവർ സൈഡിൽ നിന്ന് അങ്ങനെ സാധനം വന്നിട്ടുണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് എങ്ങനെ ബ്രോ ഡൗൺ ആക്കിയത്? ഹലോ ബ്രോ, ഞാൻ ഇവരോട് സംസാരിക്കുക. അലീം ബ്രോ കോർഡിനേറ്റർ ബ്രോ അതാണ് പറഞ്ഞത്. അവര് വാറ വിളിച്ച് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ഡ്രോപ്പ് ചെയ്യാൻ റെഡിയാണ്. അല്ലാണ്ട് ഇങ്ങനെ അൺഫെയർ ആയിട്ടൊരു തീരുമാനത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഞങ്ങൾക്കൊരു ഇഷ്യൂ ഇല്ല. എടാ അവന്മാർക്ക് വാറ വിളിക്കാനും താല്പര്യമില്ല എന്നറാ. എടാ ഇവന്മാര് സിറ്റിന്ന് ഇറങ്ങി പോടാ, ഈ പെണ്ണാളമാര് ഉള്ള കാര്യം പറയാല്ലേ, അവന്മാര് ഇറങ്ങി പോവും. എടാ അതായത് നടക്കണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവന്മാർ സിറ്റിന്ന് ഇപ്പം ഇറങ്ങിപ്പോവും. പിന്നെ നാളെ ഇത് വേറെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിന്റെ വന്നിട്ട് നാളെ വേറെ സിറ്റുവേഷൻ കൂൾ ഡൗണിൽ ഇട്ട് തരുന്നു, അങ്ങനെ പോകും. എന്ത് ചെയ്യണം അതാണ് ചോദിക്കണേ. നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് പോവാണ്. അതിന്ന് അഡ്മിൻ കോർഡിനേറ്റർ വിളിച്ചിട്ട് ഒരു ന്യായമായിട്ടുള്ള അപ്പൊ നമ്മളെ സൈഡിൽ നിന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, മനസ്സിലായോ? മറ്റൊരാള് വേറെ വിളിച്ചാൽ നമ്മൾ അടിക്കും, അത്ര തന്നെ. അല്ലെങ്കിൽ നമ്മൾ അവന്മാരെ എവിടെ കണ്ടാലും അടിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ആണിങ്ങനെ പ്രോപ്പർ ആയിട്ട് കാണിക്കണം, ഇല്ലെങ്കിൽ നാളെ തൊട്ട് എല്ലാണോ ഇങ്ങനെ കാണിക്കും, മനസ്സിലായോ? കാണിക്കുമ്പോ പ്രോപ്പർ ആയിട്ട് കാണിക്കണം, അല്ലെങ്കിൽ കളിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് കളിക്കണം. കത്ത് പുഴുത്തവന്മാരെ എണിച്ച് വരരുത്. രണ്ടാമത് കൊന്ന ആളെ വീണ്ടും കൊല്ലരുത്. ഹലോ കേക്കാവോ? ആക്ച്വലി അവര് പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന് അവർക്ക് വാർ വിളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ആൾക്കാർ ഡൗൺ ആയെന്നാണ് അവര് പറയുന്നത്. അപ്പോ
അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലൈക്ക് നിങ്ങൾ ഇത് നോക്കിയിട്ടില്ലായിരുന്നു ഇവർ എത്ര പേരാണ് അടിക്കാൻ വന്നിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കിയായിരുന്നു? വെയിറ്റ് ചെയ്യണം പോകല്ല. ആ കേസ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. അല്ല അത് നിങ്ങൾ അല്ല ബ്രോ, നോർമലി നിങ്ങൾ നോക്കണമല്ലോ നിങ്ങള്. ആ ചന്ദ്രൻ ബ്രോ, നിങ്ങൾക്ക് ഇത് വാറാക്കാനാണോ താല്പര്യം? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഡ്മിനെ, ഇഷ്ടമാണ് ബാർ ബാക്കിയുള്ളവരെ വിളിച്ചിട്ടുണ്ടോ? 3 പേരെ അതെന്തുവാണ് അവര് ബാക്കി വന്നാല് ബാക്കി ഇങ്ങനെ അവർ നിന്നോട്ടെ പ്രശ്നമില്ല. അങ്ങോട്ട് സംസാരിക്കാൻ പോകുമ്പോ നിങ്ങൾ 3 പേര് വിട്ട് ബാക്കിയുള്ളവർ പോയാൽ മതി. അതൊരു നിന്നോട്ടെ. ലൂസി ഞാൻ പറയാ സംഭവം എന്തോ, നമുക്ക് അവരെ അടിച്ചിട്ട് അവരെ കൊണ്ട് പറയാം നമ്മളെ ഇഷ്ടമാണ് അത്. അതിപ്പോ നമ്മളെ കൊണ്ട് അവർക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മള് കേൾക്കേണ്ട ആവശ്യം എന്തുവാ? ഓക്കെ, അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ഹോൾഡ് ചെയ്യേ, ഇവിടെ തന്നെ. ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വാറ് ഡിക്ലെയർ ചെയ്യൂല എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. ഇന്ന് ഇപ്പൊ വിട്ടാലേ നാളെ തൊട്ട് എല്ലാ ഗ്യാങ്ങും ഈ പരിപാടി ആയിരിക്കും ചെയ്യുന്നത്. മനസ്സിലായി? അവർക്ക് തോന്നിയ പോലെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് പ്രോപ്പറായിട്ട് അവർ എടുത്തിരുന്നെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ വാറ് വിളിച്ചേനെ ബ്രോ. നമ്മളൊക്കെ ഒരു കുഴപ്പമില്ല. എത്രയോ ഗ്യാങ് ആയിട്ട് നമ്മൾ വാറ് വിളിച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ട് അവർ സിറ്റുവേഷൻ എടുത്തിട്ടുണ്ട്. ഇവര് പ്രോപ്പർ ആയിട്ടല്ല, എന്നിട്ട് കത്ത് വന്നവരെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ വന്ന് അടിച്ചിട്ട് പോയതാണ്. പ്രോപ്പറായിട്ട് എടുക്കണ്ടേ ബ്രോ? അവര് ആദ്യമേ ചത്തതാണ്. സെയിം സിറ്റുവേഷൻ, ഒന്നും പറയില്ല. അതിന് പുതിയ സിറ്റുവേഷൻ എടുത്തിട്ട് വന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നും പറയാതെ സിറ്റുവേഷൻ പുതിയതുപോലെ എടുക്കുക. അത് ആ ഒന്നേന്റെ സിറ്റുവേഷന് വന്ന് ഡയറക്റ്റാ വന്ന് ഫയർ ചെയ്തേണ്ടി വരും ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ വന്നിട്ട്. മനസ്സിലായോ? അപ്പൊ നമ്മള് അവര് പ്രോപ്പറായിട്ട് എടുക്കാതെ അവിടെ ചത്തവര് വീണ്ടും എൻട്രി ചെയ്യണം ആ സിറ്റുവേഷനിൽ. എന്നിട്ട് അവർക്ക് ഒന്നും പറയില്ല. എന്ത് ഞാനാണ് അവരുടെ സൈഡിലുള്ള പോവാണെന്നുണ്ടെങ്കിൽ അവരത് വാറാക്കി കളിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് വാർ ഡിക്ലെയർ ചെയ്യാൻ താല്പര്യം ഇല്ലല്ലോ? ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ പറയുവാണ്. നമ്മൾ സെർവർ സൈഡിൽ നിന്ന് ഒരു വാർ ഡിക്ലെയർ തരാം ഇതിന്. എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാൻ താല്പര്യം ഒരു സ്പോട്ട് പറഞ്ഞിട്ടേ, ഇപ്പൊ നമ്മളിപ്പോ അക്സെപ്റ്റ് ചെയ്യുമ്പോ പറയില്ല സാൻഡി ഷോർ പലിയട്ടോ അങ്ങനെയല്ല ബ്രോ, അങ്ങനെയല്ല ബ്രോ. ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രോയ്ക്ക്. ഫസ്റ്റ് സിറ്റുവേഷൻ നമ്മളെ അവരെ അടിച്ചിട്ടു. ഓക്കെ, അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മുടെ ഗ്യാങ്സ് അവർ സിറ്റുവേഷൻ എടുത്തേ. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ വാർ വിളിക്കുക വെച്ചാൽ അവർ ഒരു തവണ ഡൗൺ ആയിട്ട് ആ സെയിം ബാക്കിയാണ് അവര് നമ്മള് വെറുതെ അവിടെ നിന്നപ്പോ നമ്മളെ വെറുതെ അടിച്ചേ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമ്മളെ വെറുതെ ഒന്ന് അടിച്ചിട്ടു. ഒന്നും വിളിച്ചില്ല അവിടെ, ഒന്നും വിളിച്ചിട്ടില്ല അവര്. അവർ ഡയറക്റ്റ് ഒന്ന് വെറുതെ നമ്മളെ ഗ്യാങ്സ് അടിച്ചു. എന്നിട്ട് ഇപ്പൊ നമ്മൾ വാർ വിളിക്കണം എന്ന് പറയുമ്പോൾ അത് ഫെയർ അല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ ആദ്യം ഒരുവരെ കൊന്ന് മീറ്റിംഗ് പോയിട്ട് ഫോണും പോലും വിളിച്ചില്ല. അത് കഴിഞ്ഞ് ഒരു 15, 20, 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ സമയത്ത് SRR ആയിട്ട് ഇവിടെ നിങ്ങളെ മീറ്റിംഗ് നടക്കുക. ഇത് കഴിഞ്ഞ ശേഷം വന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഈ 15 വരെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ അടിക്കുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ സിറ്റിയിൽ ആരും ഇല്ല ആ സമയത്ത് കയറി അടിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് പറയുന്നത്. മനസ്സിലായോ? എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യും. ഇതേ സെയിം പോലെ ചെയ്യും. അതാ പറഞ്ഞത് ഇത്ര ദിവസം നല്ല രീതിയിലാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഞാനിപ്പോ ചോദിക്കുന്നത്. അപ്പൊ നമ്മളായിട്ടൊരു വാറ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കളിച്ച് നിങ്ങൾക്ക് റെഡിയാക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കണേ. അപ്പൊ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും താല്പര്യമുള്ളൊരു സ്ഥലം സെലക്ട് ചെയ്യാൻ ഞങ്ങളെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ഇത് ലൂപ്പ് അവര് ഇവിടെ അല്ലെ പിന്നെ ഇത് ലൂപ്പ് ആവും. അല്ലെ പിന്നെ ഞങ്ങൾ ഇത് സിറ്റുവേഷൻ എൻഡ് ചെയ്യണം. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു ഹലോ സാൻഡിയ ട്രക്കി വീട്ടിൽ പോ കഴിവ് സിറ്റുവേഷനിൽ ഇറങ്ങ്. സരക്കെ പറ ഞാൻ. ഹലോ ചന്ദ്രൻ ബ്രോ, അവർക്ക് ഈ പറഞ്ഞൊരു കണ്ടിന്യൂഷനോട് താല്പര്യമില്ല. അവർ പറഞ്ഞ ഓൾറെഡി ഇത്രയും ചെയ്ത് നിൽക്കുകയാണ്. ഇനിയൊരു 15 vs 15 കളിക്കാൻ താല്പര്യമില്ല. ഒന്നേല് ഞാൻ ആദ്യമേ പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഇല്ലേ, നമ്മളായിട്ടൊരു ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നേൽ അവർ അക്സെപ്റ്റ് ചെയ്യും സ്ഥലം, അല്ലെങ്കിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് കളിക്കുക. സിറ്റുവേഷൻ സർവീസ് ഡ്രോപ്പ് ചെയ്യും. അതായത് ഈ സിറ്റുവേഷൻ പിന്നെ നിങ്ങൾക്ക് പോലെ പിന്നെ നിങ്ങൾക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇന്നത്തേക്കിന് ഡ്രോപ്പ് ചെയ്യും. ഇന്നത്തേക്കിന് നിങ്ങൾ സിറ്റുവേഷൻ എടുക്കാൻ പാടില്ല. ഹലോ ഞാൻ കാര്യം പറയാം വ്യക്തമായിട്ടാണ്. അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റേമാർക്ക് ഇനി അങ്ങനെ എടുക്കാൻ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. ബാക്കി അതെന്താ വെച്ചാൽ അതിപ്പം അതിൽ FRP എന്നുണ്ടെങ്കിൽ അത് കിട്ടുമായിരിക്കും മേ ബി, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. അവന്മാർക്ക് വാറിന് ആണെങ്കിൽ ഓക്കെ എന്നുള്ള ഇതില. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവന്മാർ ഇവിടെ നിന്ന് അവന്മാർ എന്തായാലും ഇറങ്ങി പോകുമല്ലോ അവന്മാർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നാളെ എടുക്കാൻ പറ്റും. നാളെ അടിക്കാമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, നമ്മുടെ ഇഷ്ടം.
അല്ല ഇന്ന് എടുക്കുവാണെങ്കിൽ വാറായിട്ട് എടുക്കാന്നുള്ള രീതിയാണ് പറയണേ. ബ്രോ നാളെയാണ് ഇഷ്ടമുള്ള നാളെ ആണെങ്കിൽ സിറ്റുവേഷൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആണെങ്കിൽ ഇഷ്ടമുള്ളതെന്ന് കെവിനെ മണ്ടത്തരം ചോദിക്കലാണ് അഡ്മിൻസിന്റെ അടുത്ത് പോയിട്ട്. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എടുത്ത് അടിക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇഷ്ടമുള്ള ഇല്ല കൂൾ ഡൗൺ ഒന്നും ഇല്ല. ഇന്നത്തേക്കോ ഇന്നൊരു ദിവസത്തേക്ക് കോൾ ഡൗൺ, നാളെ അടിക്കാം. എടാ ട്രിക്കി നീ വണ്ടി എടുത്ത് പൊക്കോ ട്രിക്കി തിരക്കെ. ഹലോ അയ്യോ അളിയ അവര് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് അടിയായിട്ട് നമ്മളെ അതായത് നമ്മളെ എമ്മ കൂട്ടത്തിലുള്ള ഒരു 5 പേര് ഡൗൺ ആക്കി, 5 പേരെ 4 പേരെ ഡൗൺ ആക്കി. ശിവന്മാർ നമ്മൾ അടിക്കാൻ വന്നപ്പോൾ അത്ര എല്ലാവരും എന്നാണ് നമ്മുടെ ഒരു ഇത്. നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, അത് അഡ്മിൻസും പറയുന്നില്ല. കൂടുതലുള്ള അത്ര ഉണ്ടായിരുന്നു, പക്ഷെ അത് പ്രോപ്പർ ആയിരുന്നില്ല. കുറച്ച് ഡൗൺ ആക്കി അവര്. അവരെ സൈഡിൽ നിന്ന് ഇതേപോലെ റീ എൻട്രി ഉണ്ടായിട്ടുണ്ട്. അപ്പം സെയിം തന്നെയാണ് അവരിപ്പോ. എന്നിട്ട് എന്താണ് നമ്മള് കുറച്ചുപേര് ഡൗൺ ആക്കിയിട്ട് അവരിപ്പോ വാറ് നമ്മൾ വിളിക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് കറക്റ്റ് അല്ല. അപ്പം അവരെന്ത് ചെയ്തോ അത് തിരിച്ച് നമുക്ക് ചെയ്യാന്നുള്ളത് ആണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. അപ്പം അതിന്റെ ഇടയിൽ ഇപ്പം നിങ്ങളെ വിളിച്ചവര് ഇതിന്റെ ഇടയിൽ വലിച്ചിടേണ്ട കാര്യമില്ല ആക്ച്വലി പറയണേ. പിന്നെ ആദ്യമേ അവർ അങ്ങനെ ചെയ്യണം. നമ്മള് സാധാരണ ഇവിടെ മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് വാറ് സിറ്റുവേഷൻ അല്ല, ഞങ്ങള് ഓക്കെ മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾ വാറ് വിളിച്ചിട്ടില്ല അവരടുത്ത്. വാറ് വിളിക്കുകയാണെങ്കിൽ മീറ്റിംഗ് വിളിച്ചിട്ട് വാറ് വിളിക്കുകയാണെങ്കിൽ ഓക്കെ, വാറ് വിളിച്ചതിന് ശേഷം നമ്മൾ സിറ്റുവേഷൻ എടുത്തെങ്കിൽ ഓക്കെ. മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾ വാറ് വിളിക്കാനോ ഒന്നിനും വന്നിട്ടില്ല. ഞങ്ങൾ പറയാനുള്ള ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യം ഞങ്ങളോട് സംസാരിക്കണേ ഇത്. അല്ലാണ്ട് ഞങ്ങള് വാറായിട്ടല്ല വന്നിട്ട് അവരടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ വാറിടാം അക്സെപ്റ്റ് ചെയ്യുമോ ഒന്നും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അവര് പറയുന്നത് എന്തിനാണ് മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ വാറ് വിളിക്കുക എന്നുള്ളതല്ലല്ലോ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് മീറ്റിംഗ് വിളിക്കുന്നത്. നമ്മള് വാറ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ വാറിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ പിന്നെ അവര് വാറ് അതിന്റെ ആ പോയിന്റിൽ പിടിക്കുന്നതിലെ ഒരു ലോജിക്കും ഇല്ല. നമ്മൾ പറഞ്ഞത് നമ്മൾ അടിക്കും എന്നുള്ള കാര്യം പറയാനായിട്ടാണ് അവരെ വിളിച്ചവിടെ. അവരെന്ത് ചെയ്തോ അത് തിരിച്ച് നമ്മൾ ചെയ്യും. ആ പോയിന്റ് നമുക്ക് അവരടുത്ത് പറയണമായിരുന്നു, അത് പറയാനായിട്ട് നമ്മൾ അവരെ വിളിച്ചു. അതിപ്പോ ഇവിടെ വിളിച്ചെന്നുള്ള ഒരു റീസൺ മാത്രമാണ് ഇനി പറയാനുണ്ടെങ്കിൽ ഉള്ളത്. ഇവിടെ വെച്ച് വിളിക്കുമ്പോൾ വാറെ വിളിക്കാവൂ എന്നൊന്നും അങ്ങനെ ഒരു റൂളായിട്ടില്ലല്ലോ. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് പറയാനുള്ള കാര്യം പറയാം. ഇവിടെ വാറായിട്ട് വിളിച്ചിട്ടില്ല, നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളടുത്ത് ചെയ്തോ തിരിച്ച് നമ്മൾ അവരടുത്ത് അങ്ങനെ തന്നെ ചെയ്യും. അതാണ് നമ്മളെ പോയിന്റ്. അപ്പം നിങ്ങളെ അവര് വിളിച്ച് ഡ്രാഗ് ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആദ്യമേ അവര് അങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. അവർ ആദ്യം അടിച്ചപ്പോഴത്തേക്ക് വന്നിട്ട് പറയണമായിരുന്നു. അല്ലാതെ നമ്മളടുത്ത് വന്നിട്ട് അൺഫെയർ ആയിട്ട് തിരിച്ച് കാണിച്ചിട്ട് ഈ ചത്തവര് വീണ്ടും കയറിയിട്ട് സിറ്റുവേഷനിൽ റീ എൻട്രി ചെയ്ത് നമ്മളെ കുറച്ചുപേരെ ഡൗൺ ആക്കിയിട്ട് നമ്മളിനി വാറ് വിളിച്ചേ പറ്റുള്ളൂ, അതാണ് ഇവിടുത്തെ നിയമം എന്ന് അവര് പറയുന്നതിൽ ഒരു പോയിന്റും ഇല്ല. മനസ്സിലായോ? നിങ്ങളെ വിളിച്ചിട്ട് ഇതിന്റെ ഇടയിൽ നിങ്ങളെ കൂടി പിടിച്ചതിന്റെ ഇടയിൽ ഇടുന്ന ശോകമാണ്. നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് തന്നെ നമ്മൾ ഇതിന്റെ പാർട്ടായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് വെച്ച് തന്നെ തീർക്കാം. എന്നുവെച്ചാൽ എന്തെങ്കിലും FRP എന്നുള്ള രീതിയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് വലിക്കുകയെന്ന് വെച്ചിട്ട് നമ്മളത് പുറത്ത് നമുക്ക് തീർക്കാം. അവര് ആറ് വിളിക്കൂലേ? അവരെ ആറ് വിളിക്കുന്നതിന് നമ്മളെ സിറ്റുവേഷൻ നമുക്ക് കണ്ടിന്യൂ അവര് ഇതേപോലെ തന്നെ നമ്മൾ തിരിച്ചു ചെയ്യും. അത്രേ ഉള്ളൂ. പ്രശ്നം അടിച്ചങ്ങ് പാണ്ടി വേണം. ഇല്ലല്ല, ഞങ്ങൾ കൊണ്ടുപോകും കേട്ടാ. വാടാ